السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. قال الله عز وجل: فسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ബഹുവന്യരായ ഉസ്താദുമാർ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, പാപമോചനത്തെ പറ്റിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് മനുഷ്യകുലത്തെ പടച്ചത് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത്തരക്കാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സുന്ദരമായ ഭവനമുണ്ട്, സ്വർഗം. എന്നാൽ അവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് തോന്നിവാസങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച ഭയാനകരമായ ഒരു വീടുണ്ട്, അതാണ് നരകം. ആ നരകത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുകയില്ല. 3000 വർഷം കത്തിച്ചു വെച്ച കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുകയില്ല. നവകാലഘട്ടത്ത് തിന്മകൾ മാത്രം ചെയ്തു കൂട്ടുന്ന നമ്മളൊക്കെയും എങ്ങനെയാണ് സുഖലോക സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? അതിനുള്ള വഴിയാണ് ചെയ്ത തെറ്റുകളൊക്കെയും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത്, തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ നിങ്ങളെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗം വരൂ. വജന്നത്തിൻ അർളുഹസ് സമാവാത്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം വരൂ. അല്ലാഹു വിളിക്കുകയാണ്, മുഅ്മിനീങ്ങളെ തൗബ ചെയ്ത് മടങ്ങിക്കോ, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. മഅസൂമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം ഓരോ ദിവസവും 100-ലധികം ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടെന്ന് പറയുമ്പോൾ ദേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കം ഓരോ ദിവസം രാത്രിയാകുമ്പോൾ പകലിൽ ചെയ്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ആത്മവിചാരണ നടത്തുകയാണ്. യാ ഇബ്നു ഖത്താബ്, നീ രാവിലെ എന്തിനാടാ അങ്ങോട്ട് പോയത്, എന്തിനാടാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ആത്മവിചാരണ നടത്തിക്കൊണ്ട് ചാട്ടവാറുകൊണ്ട് സ്വയം അടിച്ച് പ്രഹരമേൽപ്പിക്കുകയാണ്. ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എത്ര തെറ്റുകളാണ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്നത്. പേടിക്കണ്ട കേട്ടോ. നബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബി തങ്ങളോട് പറയുകയാണ്, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, ഞാൻ അന്നീ അനൽ ഗഫൂറുർ റഹീം, ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. മുഅ്മിനീങ്ങൾ, നമ്മൾ തൗബ ചെയ്യണം. തെറ്റുകൾ, ഇത്രകാലം ചെയ്ത തെറ്റുകൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? അതേ, വ്യഭിചരിച്ച് ഗർഭം ധരിച്ച പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന സ്ത്രീക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മൂസാ നബിയുടെ ഖൗമിന് വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ, മഴ ലഭിക്കാത്ത സാഹചര്യത്തിൽ അല്ലാഹുവിനോട് ജനങ്ങൾ മുഴുവനും ഒത്തുചേർന്ന് ദുആ ചെയ്യുമ്പോൾ നിങ്ങളിൽ 40 വർഷമായി തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആളുണ്ടെന്ന് പറയുമ്പോൾ മൂസാ നബി അത് ജനങ്ങളിൽ ഉണർത്തി കൊടുക്കുകയാണ്. ആ 40 വർഷമായി തെറ്റുകൾ മാത്രം ചെയ്യുന്ന സഹോദരന് വഷളത്തരത്തെ പേടിച്ചുകൊണ്ട് അവിടുന്ന് തന്നെ തൗബ ചെയ്യുന്നു. പ്രതിഫലമെന്നോളം വാനങ്ങൾ കാർമേഘാവൃതമാകുന്നു, മഴ ലഭിക്കുന്നു. അല്ലാഹു തൗബ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. എത്ര വലിയ തെറ്റുകളാണെങ്കിലും അല്ലാഹു തൗബ സ്വീകരിച്ച ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാരും പേടിക്കണ്ട, തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിക്കോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനൂ
തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിങ്ങൾ തൗബ ചെയ്യണം, നസൂഹ വ്യക്തമായ തൗബ ചെയ്യണം. എങ്ങനെയാണതെന്ന് അദ്കിയ ഗ്രന്ഥത്തിലൂടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലയോ? ഉത്ലുബു മതാബം ബിന്നദാമതി മുഖ്ലിആ. നിങ്ങൾ തൗബ ചെയ്യണം, ബിന്നദാമതി ഖേദം പ്രകടിപ്പിക്കൽ കൊണ്ടാവണം. നമ്മൾ കരഞ്ഞ് ദുആ ചെയ്യാൻ അല്ലാഹു എങ്ങനെങ്കിലും പുറത്തു തരട്ടെ, നമ്മൾ ഖേദം പ്രകടിപ്പിക്കണം. അൽ ബുകാഉ യഹുത്തുൽ ഖതായാ കമാ യഹുത്തു റീഹുൽ വറഖൽ യാബിസ്. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നതാണ്, കാറ്റ് ഉണങ്ങിയ ഇലകളെ വീഴ്ത്തുന്നത് പോലെ നമ്മുടെ കരച്ചിലൊക്കെയും നമ്മുടെ പാപങ്ങളെ വീഴ്ത്തിക്കളയുന്നതാണെന്ന് മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. രണ്ടാമതായി മുഖ്ലിഅൻ എന്ന് പറഞ്ഞില്ലേ, ഉള്ള തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമാകണം. ഇതുപോലെ തെറ്റുകളിൽ നിന്നൊക്കെ മുക്തമായി അല്ലാഹുവിനോട് ചോദിക്കണം. വബിഅസ്മി തർക്കി ദംബി ഫീമസ്തുഖ്ബിലാ. ഇനി ഒരിക്കലും ഭാവി കാലത്ത് ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം വേണം. എന്നിട്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി. മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ ഇടപാടുകളിൽ നിന്നും മുക്തമാവണം കേട്ടോ. വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. ഇതാണ് തൗബന്റെ ഷർത്തുകളെ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തൗബ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ. മുഅ്മിനീങ്ങളെ, പുതിയ കാലത്ത് കണ്ടില്ലേ, ഓണത്തിൻ്റെ പേരിൽ തെരുവിലൂടെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന തട്ടമിട്ട സഹോദരിമാരില്ലേ, തോന്നിവാസങ്ങൾ കാണിക്കുന്ന ക്യാമ്പസകങ്ങളിൽ പെൺവാണിഭത്തിൻ്റെയും സമരാഭാസത്തിൻ്റെയും പിറകെ പോയി സമയം കളയുന്ന യുവാക്കളില്ലേ, നിസ്കരിക്കാത്ത, നോമ്പ് നോക്കാത്ത, സകാത്ത് കൊടുക്കാത്ത, തെറ്റുകൾ മാത്രം അധികരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിലേക്ക് പാപമോചനം ചെയ്ത് മടങ്ങിക്കോ. പ്രത്യേകിച്ച് യുവാക്കളെ, നിങ്ങളെ തൗബക്ക്, യുവാക്കളുടെ തൗബക്ക് പ്രത്യേക മഹത്വം കൽപ്പിക്കുന്നുണ്ട്. ഇദാ മാത ശാബുൻ തായിബുൻ, ഒരു തൗബ ചെയ്ത യുവാവെങ്ങാനും മരണപ്പെട്ടാൽ യർഫഉല്ലാഹുൽ അദാബ, ശിക്ഷയെ അല്ലാഹു ഉയർത്തിക്കളയുന്നതാണ്. ആരുടെ ശിക്ഷയാണ്? യർഫഉല്ലാഹുൽ അദാബ അലാ മഖാബിറിൽ മുസ്ലിമീന 40 അമാ. 40 വർഷം മുസ്ലിമീങ്ങളായ കബറാളികളുടെ ശിക്ഷയെ അല്ലാഹു ഉയർത്തിക്കളയുന്നതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ലികറാമതിഹി ഇലല്ലാഹ്. അവൻ തൗബ ചെയ്തതിന് വേണ്ടി, അല്ലാഹു അവനെ ആദരിച്ചതിൻ്റെ പേരിൽ 40 വർഷം മുസ്ലിമീങ്ങളായ കബറുകളുടെ ശിക്ഷയെ അല്ലാഹു ഉയർത്തിക്കളയുമെന്ന് പഠിപ്പിക്കുമ്പോൾ യുവാക്കളെ, ജനങ്ങളെ, നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.